നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ജൂൺ 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. പദ്ധതിയുടെ പേര് പ്രിയദർശിനി. ട്രാൻസ്ജെൻഡേഴ്സിനും യാത്ര ചെയ്യാം. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ട മിനി പിക്കപ്പ് വാൻ വീട്ടുമതിലിടിച്ച് അപകടം. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡരികിൽ ഇരുവശങ്ങളിലും കാഴ്ചമറച്ച് കാട്. ആമ്പലൂരിൽ അപകട ഭീഷണി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. റെക്കോർഡ് ഇടിവിൽ സ്വർണ്ണവില. പവന് ഒറ്റയടിക്ക് കുറഞ്ഞത് 3160 രൂപ. വിശദമായ വാർത്തകളിലേക്ക്. ജൂൺ 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ചെയ്യാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വരുമാനവും പ്രായവും കണക്കിലെടുക്കാതെയാണ് അനുവദിക്കുക. KSRTCക്കുണ്ടാകുന്ന നഷ്ടം സർക്കാർ നികത്തുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രിയദർശിനി എന്ന പേരിലാകും പദ്ധതി. ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യമായി യാത്ര ചെയ്യാം. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ട മിനി പിക്കപ്പ് വാൻ വീട്ടുമതിലിൽ ഇടിച്ച് അപകടം. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കല്ലറയ്ക്കൽ തോമസിന്റെ മതിലാണ് തകർന്നത്. ചൊവ്വാഴ്ച രാത്രി മണ്ണമ്പേട്ട ഷോപ്പുംപടിക്ക് സമീപത്തായിരുന്നു സംഭവം. പാൽ വിതരണത്തിനായി ആമ്പല്ലൂർ ഭാഗത്തു നിന്ന് വരന്തരപ്പള്ളിയിലേക്ക് പോകുകയായിരുന്ന വാഹനമാണ് നിയന്ത്രണം വിട്ട് സമീപത്തെ വീട്ടുമതിലിൽ ഇടിച്ചത്. അപകടത്തിൽ വീട്ടുമതിലിന്റെ ഒരു ഭാഗം തകർന്നു. ഇവിടെ മുൻപും സമാന അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിലെ വളവിനോട് ചേർന്നുള്ള കൾവർട്ട് ചെറുതായതാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ആമ്പല്ലൂരിൽ റോഡരികിൽ ഇരുവശങ്ങളിലും കാഴ്ചമറച്ച് കാട് വളരുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. അളഗപ്പനഗർ സ്കൂൾ മുതൽ പള്ളിക്കുന്ന് വരെയുള്ള PWD റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് കാട് വളർന്നു നിൽക്കുന്നത്. അളഗപ്പനഗർ സ്കൂൾ പരിസരം മുതൽ പള്ളിക്കുന്ന് വരെയുള്ള റോഡിലൂടെയുള്ള യാത്ര ഇപ്പോൾ കാൽനടക്കാരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുകയാണ്. വാഹനങ്ങൾ വരുമ്പോൾ വശങ്ങളിലേക്ക് മാറി നിൽക്കാൻ പോലും ഇടമില്ലാത്ത തരത്തിലാണ് ഇവിടെ കാട് മൂടിക്കിടക്കുന്നത്. വലിയ വാഹനങ്ങൾ വരുമ്പോൾ കാൽനടക്കാർക്ക് വശങ്ങളിലേക്ക് മാറി നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. റോഡിൽ നിന്നും വശങ്ങളിലേക്ക് മാറുമ്പോൾ കാടിനുള്ളിലേക്ക് കയറി നിൽക്കേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ. ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ പാമ്പ് ഉൾപ്പെടെയുള്ള വിഷജീവികളുടെ കടിയേൽക്കുമോ എന്ന ഭയത്തിലാണ് നാട്ടുകാർ. റോഡിലെ കാട് അടിയന്തരമായി വെട്ടിനീക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് PWD കൊടകര സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പരാതി നൽകി. 5 വർഷം കൂടുമ്പോൾ പെൻഷൻ പരിഷ്കരിക്കുന്ന കീഴ്വഴക്കമുള്ള കേരളത്തിൽ 2024 ജൂലൈ മുതലുള്ള പ്രാബല്യത്തിൽ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റി അംഗം K സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് K ശിവദാസൻ അധ്യക്ഷനായി. നവാഗതരായ പെൻഷൻകാർക്ക് സ്വീകരണവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ, സെക്രട്ടറി KV രാമകൃഷ്ണൻ, KO പൊറിഞ്ചു, TE വേലായുധൻ, MK റോഷ്, VM ഹംസ, KS സതീശൻ, AV ജോൺസൺ, TS സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിൽ തന്നെയൊന്നും ഏറ്റവും ആദ്യത്തെ കൺവെൻഷനാണ് കൊടകര നടത്തുന്നത്. എന്തുകൊണ്ടാണ് കൊടകര തന്നെ ആദ്യം ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറെ അധികം പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, അവരുടെ വീടുകളിലൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടാവും. ഈ കെട്ടിടം ഒരുപാട് വർഷത്തെ 20-25 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണിത്. അപ്പൊ അതൊന്ന് പുനരുദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒന്ന് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ പണികൾ നമുക്ക് ബാക്കിയിടുന്നത്. ഇതിന്റെ അടിവശം ശരിയാക്കണം, തേക്കണം, അങ്ങനെ കുറെ പണികൾ, വയറിങ് മാറ്റണം, അങ്ങനെ കുറെ പണികൾ. അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സംരംഭം കൂടി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ സംരംഭത്തിനുള്ള ധനസമാഹരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ കൺവെൻഷനെ തുടക്കത്തിൽ ചോദിക്കാനുള്ള കാരണം. മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. എന്നിരുന്നാൽ പോലും തന്നെ ഈ മെമ്പർഷിപ്പ് പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടാണ് സാധാരണ നിലയിൽ നമ്മുടെ കൺവെൻഷനുകൾ നടത്താറ്.
പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് മുൻപേ തന്നെ ഈ സമ്മേളനം നടത്താനുള്ള അല്ലെങ്കിൽ ഈ കൺവെൻഷൻ നടത്താനുള്ള പ്രധാന കാരണം ഞാൻ ഈ പറഞ്ഞ ഈ കെട്ടിടത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് നിങ്ങൾ ഓരോരുത്തരും അകമഴിഞ്ഞ സഹായം നൽകണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയായ പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ നടന്ന ചെണ്ടുമല്ലിത്തൈ നടീൽ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് അംഗത്തെ ഒഴിവാക്കിയതായി പരാതി. കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ശ്രീജ പ്രതീഷിനെ അറിയിക്കാതെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചതെന്നാണ് പരാതി. എനിക്ക് ഇതുവരെയായിട്ടും ഈ സമയം വരെ ബ്ലോക്ക് പ്രതിനിധികളോ കൃഷി ഓഫീസറോ CDSO അതിലെ കുടുംബശ്രീ ചെയർപേഴ്സണോ ആധികാരികമായിട്ട് മെമ്പറുടെ വാർഡിൽ ഇന്ന് ചെണ്ടുമല്ലിത്തൈയുടെ വിതരണം ബ്ലോക്ക് തല ഉദ്ഘാടനം രാമചന്ദ്രൻ അവർകൾ നടത്തുന്നുണ്ടെന്നും മെമ്പർ അതിൽ പങ്കെടുക്കണമെന്നും മെമ്പറുടെ വാർഡാണ് അതിനെ തെരഞ്ഞെടുത്തതെന്നും ആധികാരികമായിട്ട് ഒരു അറിയിപ്പും എനിക്ക് ഈ സമയം വരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അവർകളെ വിളിച്ചു. അവർ പറഞ്ഞത് നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കഴിവുകേടാണ്, നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. ഇത് പഞ്ചായത്തിന്റെ പദ്ധതിയല്ല, ഇത് ബ്ലോക്കിന്റെ പദ്ധതിയാണ്. ബ്ലോക്കിന്റെ പദ്ധതിയാണെങ്കിൽ ബ്ലോക്കാണ് അറിയിക്കേണ്ടത്. ഇനി ഞാൻ കൃഷി ഓഫീസറെ വിളിച്ചു. കൃഷി ഓഫീസറായ മറ്റത്തൂർ പഞ്ചായത്തിന്റെ കൃഷി ഓഫീസർ ദിവ്യ VO അവർകളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് അവർക്ക് സ്ഥലം മാറ്റിയതുപോലെ അവർ അറിയിച്ചിട്ടില്ല, ഇങ്ങനെ പരിപാടി ഉണ്ടെന്നും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും ആണ് അറിയിച്ചതും. മൂലംകൊടാണ് ആദ്യം നിശ്ചയിച്ച സ്ഥലം. ആ സ്ഥലം മാറ്റി എൻ്റെ വാർഡായ മാങ്കുച്ചിപ്പാടത്ത് ഗ്രാമമന്ദിരത്തിന്റെ പ്രദേശത്ത് നടത്താമെന്ന് നിശ്ചയിച്ചത് പോലും അവരറിയിച്ചിട്ടില്ല. അവരെ ഈ പെട്ടെന്ന് അറിയിക്കുകയാണ് ചെയ്തത്. ഇന്ന സ്ഥലത്ത് പരിപാടി ഉണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചു. ഇതിൽ പ്രതിഷേധിച്ച മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ എന്നിവർ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. ഔദ്യോഗിക പരിപാടികൾ രാഷ്ട്രീയവൽക്കരിക്കുന്ന LDF നിലപാടിൽ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. നേരത്തെ വാർഡ് 17-ലെ ഒമ്പതുങ്ങലിൽ നടന്ന കനാൽ റോഡ് ഉദ്ഘാടനത്തിൽ പഞ്ചായത്ത് അംഗത്തെയും ബ്ലോക്ക് അംഗത്തെയും ഇത്തരത്തിൽ ഒഴിവാക്കിയിരുന്നതായി യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ, മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ സിജി രാജേഷ്, സിബി പൗലോസ്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജിനേഷ് വെട്ടിയാട്ടിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ജിജു കീറ്റിക്കൽ, കോൺഗ്രസ് മാങ്കുറ്റിപ്പാടം വാർഡ് പ്രസിഡന്റ് മുരളീധരൻ വെട്ടിയാട്ടിൽ, എൽദോ പാലയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ ഷീല ജോർജ് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ രംഗനാഥൻ പദ്ധതി വിശദീകരണം നടത്തി. സ്കൂളിന്റെ സമീപ പ്രദേശത്തുള്ള വ്യാപാരികൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, രക്ഷിതാക്കളുടെ പ്രതിനിധികൾ, സ്വകാര്യ ബസ് അസോസിയേഷൻ പ്രതിനിധികൾ, വിദ്യാർത്ഥി പ്രതിനിധികൾ, പരിസരവാസികൾ എന്നിവർ ഉൾപ്പെടുന്ന 2026-27 വർഷത്തെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപവൽക്കരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ SK മദനൻ, PTA പ്രസിഡന്റ് സോജൻ ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ MN രാഗേഷ്, ലിജി മേജോ, വിദ്യാലയ വികസന സമിതി ചെയർമാൻ K. ശേഖരൻ, OSA പ്രസിഡന്റ് ടോണി സേവ്യർ, MPTA പ്രസിഡന്റ് സിന്ധു സുമേഷ്, LP വിഭാഗം പ്രധാനാധ്യാപിക രേണുദാസ്, SPG കോർഡിനേറ്റർ UK രാജു, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിനി M. കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു. മൂക്കുത്തി മലയാളികളുടെ അഴകിൻ സങ്കല്പങ്ങളുടെ ഭാഗമായി മാറിയിട്ട് അധികം കാലമായില്ല. ഇന്ന് ഡയമണ്ട് മൂക്കുത്തിയാണ് ട്രെൻഡ്. തൃശ്ശൂരിലെ TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്ന സിയോണ ഡയമണ്ട് മൂക്കുത്തി ഫെസ്റ്റിവൽ ജനപ്രിയമാകുന്നു. പെണ്ണിന് മൂക്കുത്തി എന്നും ഒരഴകാണ്. മൂക്കുത്തി അഴക് അവളുടെ സൗന്ദര്യത്തിന് പത്തരമാറ്റേകും. മൂക്കുത്തി വിപണിയിൽ ഡയമണ്ടിനാണ് കൂടുതൽ ആരാധകർ. ലോകത്തെമ്പാടുമുള്ള മൂക്കുത്തികളുടെ വിപുലമായ കളക്ഷൻ അണിനിരത്തിയാണ് തൃശ്ശൂരിൽ പുത്തൻപള്ളിക്ക് പുറകുവശത്ത് പള്ളിക്കുളം റോഡിലുള്ള തൃശൂർ ജ്വല്ലറി മാനുഫാക്ചേഴ്സ് കൂട്ടായ്മയായ TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സിയോണ ഡയമണ്ട് മൂക്കുത്തി ഫെസ്റ്റിവൽ ഒരുക്കിയിരിക്കുന്നത്. ₹4,499 മുതലുള്ള ഡയമണ്ട് മൂക്കുത്തികൾ ഇവിടെ ലഭ്യമാണ്. മൂക്കുത്തികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ട്, മൂക്കുകുത്തൽ പൂർണ്ണമായും സൗജന്യം, 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസിന് ഡയമണ്ട് മൂക്കുത്തി സൗജന്യം എന്നിവയാണ് സിയോണ മൂക്കുത്തി ഫെസ്റ്റിവലിന്റെ സവിശേഷതകൾ.
കൂടുതൽ ഡിമാൻഡ് ഏറ്റവും ചെറിയ മൂക്കുത്തികൾക്കാണ്. ചെറിയ കല്ലുകൾ വെച്ച ഇത്തരം മൂക്കുത്തിയിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു തിളക്കം മാത്രമാണ് കാണാൻ സാധിക്കുക. കോളേജ് വിദ്യാർത്ഥിനികളിൽ ഇതൊരു ട്രെൻഡാണ്. കൂടാതെ വലിയ മൂക്കുത്തികൾ അണിയുന്ന വിഭാഗം വേറെയുമുണ്ട്. പൊലിമ കൂടുതൽ തോന്നിപ്പിക്കുന്നവയാണ് ഇത്തരം വലിയ മൂക്കുത്തികൾ. കൂടാതെ TJM ഗോൾഡൻ ഡയമണ്ട്സിന്റെ റെയിൻ ആൻഡ് ഷൈൻ മൺസൂൺ ഫെസ്റ്റിവലിൽ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50 മുതൽ 60% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. 3 പവൻ മുതൽ വെഡ്ഡിംഗ് സെറ്റുകൾ, എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക സമ്മാനം, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം എന്നിവയും റെയിൻ ആൻഡ് ഷൈൻ മൺസൂൺ ഫെസ്റ്റിവലിന്റെ സവിശേഷതയാണ്. ജൂൺ 30 വരെയാണ് ഈ ഓഫറുകൾ ലഭ്യമാകുന്നത്. TJM ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് വെറും 500 രൂപ നൽകി 1 മാസത്തെ കാലാവധിയിൽ സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ അവസരമുണ്ട്. ആദ്യമായി മൂക്കുത്തി ധരിച്ച ഒരു പെൺകുട്ടിയെ കണ്ടാൽ ആരും ഒന്ന് ചോദിച്ചു പോകും, ആ നീ മൂക്ക് കുത്തിയല്ലേ എന്ന്. മാലയ്ക്കും വളയ്ക്കും കമ്മലിനും ഒന്നും കിട്ടാത്ത ഒരു പ്രിവിലേജ് അത് മൂക്കുത്തിക്ക് കിട്ടുന്നുണ്ട് എന്നത് വാസ്തവമാണ്. ഇവിടെയാണ് ലോകമെമ്പാടുമുള്ള ഡയമണ്ട് മൂക്കുത്തികളുടെ വിപുലമായ കളക്ഷനും ഒപ്പം ഡയമണ്ട് മൂക്കുത്തികൾക്ക് വമ്പിച്ച ഡിസ്കൗണ്ടുമായി തൃശ്ശൂരിലെ TJM ഗോൾഡൻ ഡയമണ്ട്സിന്റെ സിയോണ ഡയമണ്ട് മൂക്കുത്തി ഫെസ്റ്റിവൽ ശ്രദ്ധേയമാകുന്നത്. മൂക്കിൻ തുമ്പത്ത് ഒരു കടുകുമണിയോളം അഴക്. ഈ സുവർണാവസരം ജൂൺ 30 വരെ മാത്രം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വിശേഷങ്ങളുമായി സോക്കർ മാനിയ. ജീവൻ പൊലിയാത്ത ലോകയുദ്ധങ്ങളുടെ ആനന്ദരാപ്പകലുകളിലേക്കുള്ള കാത്തിരിപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. USA-യും മെക്സിക്കോയും കാനഡയും സംയുക്ത ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ് കിക്ക് ഓഫ്. മത്സരങ്ങളുടെ എണ്ണം, ഫോർമാറ്റ്, വേദികളുടെ അകലം, ടീമുകളുടെ പങ്കാളിത്തം എന്നിവ പരിഗണിച്ചാൽ ചരിത്രത്തിൽ ഇത്രയും വിശാലമായ ലോകകപ്പ് മുൻപുണ്ടായിട്ടില്ല. 3 രാജ്യങ്ങൾ ചേർന്ന് ആതിഥേയത്വവും ഇതാദ്യം. 32-ൽ നിന്ന് 48-ആയി ടീമുകളുടെ എണ്ണവും 64-ൽ നിന്ന് 104-ആയി മത്സരങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. ഗ്രൂപ്പ് റൗണ്ട് കടന്നാൽ പ്രീ ക്വാർട്ടർ എന്ന പതിവിന് പകരം റൗണ്ട് ഓഫ് 32 എന്ന പുതിയ നോക്കൌട്ട് റൗണ്ട് കൂടി ഉൾപ്പെടുത്തി. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും കിരീടമോഹികളായ ഫ്രാൻസും ഇംഗ്ലണ്ടും ബ്രസീലുമൊക്കെ രണ്ടും കൽപ്പിച്ചൊരുങ്ങുമ്പോഴും ടൂർണമെന്റ് ഫേവറേറ്റായി വിലയിരുത്തപ്പെടുന്നത് സ്പെയിനെയാണ്. 2010-ൽ കിരീടം നേടിയ ടീമുമായി സാമ്യം ഏറെയുണ്ട്. ബാലൻ ദി ഓർ പുരസ്കാര ജേതാവ് റോഡ്രിയും ലെമിൻ യമാലും നിക്കോ വില്യംസുമൊക്കെ ഉൾപ്പെടുന്ന പുതിയ സ്പെയിൻ ടീമിന്. കിരീടം ആര് നേടിയാലും ആരാധകർ മനസ്സുകൊണ്ട് അത് മെസ്സിക്കും ക്രിസ്ത്യാനോയ്ക്കും സമർപ്പിക്കും. മൈതാനത്ത് യുദ്ധം കടുത്താൽ വിജയത്തിന് മധുരമേറുമെന്ന് പഠിപ്പിച്ച ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറും ലൂക്ക മോഡ്രിച്ചും ഉൾപ്പെടെ ലോക ഫുട്ബോളിലെ കമാൻഡർമാരുടെ വിടവാങ്ങലിനും ഈ ലോകകപ്പ് വേദിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂയോർക്കിലെ വിഖ്യാതമായ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ ജൂലൈ 19-നാണ് ഫൈനൽ. ലോകകപ്പിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക സംപ്രേക്ഷണാവകാശം പ്രമുഖ മാധ്യമ ശൃംഖലയായ സി എന്റർടൈൻമെന്റ് സ്വന്തമാക്കിയതോടെ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരും ആവേശത്തിലായി കഴിഞ്ഞു. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ സി ഗ്രൂപ്പ് പുതുതായി പുറത്തിറക്കിയ യുണൈറ്റഡ് 8 സ്പോർട്സ് ടെലിവിഷൻ ചാനലുകളിലൂടെ തത്സമയം കാണാം. കൂടാതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ C5 ആപ്പിലൂടെ മത്സരങ്ങളുടെ ലൈവ് സ്ട്രീമിംഗും ലഭ്യമായിരിക്കും. ഭൂഖണ്ഡങ്ങളുടെ അതിരുകൾ മായ്ച്ചു കളയുന്ന ഫുട്ബോൾ എന്ന വികാരത്തെ നെഞ്ചിലേറ്റാൻ ഇനി ദിവസങ്ങൾ മാത്രം. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഈ മാസം ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ചുരുങ്ങും. അതാണ്
ഫിഫ ലോകകപ്പ് കിരീടം. കാനഡയിലെയും മെക്സിക്കോയിലെയും അമേരിക്കയിലെയും മൈതാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി പന്തുരുളട്ടെ, ആവേശം കൊടിമുടി കയറട്ടെ, കാൽപന്തിന്റെ ലഹരി പടരട്ടെ. സോക്കർ മാനിയയിൽ അടുത്തതായി ഗ്രൂപ്പ് എല്ലിന്റെ വിശേഷങ്ങൾ. ലോക ഫുട്ബോളിൽ ഏറ്റവും പാരമ്പര്യമുള്ള ടീമുകളിൽ ഒന്നായ ഇംഗ്ലണ്ട്, പോരാട്ട വീര്യത്തിന്റെയും തന്ത്രപരമായ മികവിന്റെയും പ്രതീകമായ ക്രൊയേഷ്യ, ആഫ്രിക്കൻ ഫുട്ബോളിന്റെ അഭിമാനമായ ഘാന, മധ്യ അമേരിക്കയിൽ വളർന്നു വരുന്ന ഫുട്ബോൾ രാജ്യമായ പനാമ. ഗ്രൂപ്പ് എൽ സർപ്രൈസുകൾ നിറഞ്ഞതാണ്. ലോക ഫുട്ബോളിലെ ഏറ്റവും പാരമ്പര്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇംഗ്ലണ്ട്. ഫിഫ റാങ്കിംഗ് 4. 1966 ലോകകപ്പ് ജേതാക്കളായ 3 ലയൺസ് യുവതാരങ്ങളുടെയും പരിചയസമ്പന്നരായ കളിക്കാരുടെയും മികച്ച നിരയുമായി കിരീടം ലക്ഷ്യമിടുന്നു. വേഗതയേറിയ ആക്രമണവും ശക്തമായ മധ്യനിരയുമാണ് അവരുടെ കരുത്ത്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ, റാഷ്ഫോർഡ്, ജോൺ സ്റ്റോൺസ്, ബെല്ലിംഗാം, പിക്ഫോർഡ് തുടങ്ങി വമ്പൻ താരങ്ങൾ ടീമിന്റെ വജ്രായുധങ്ങളാണ്. ഫോഡൻ, മഗ്വയർ, പാൽമർ തുടങ്ങിയ വമ്പൻ താരങ്ങളെ പുറത്തിരുത്തിയാണ് പരിശീലകൻ തോമസ് ടഫേൽ തന്റെ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചത്. ഗ്രൂപ്പ് ഘട്ടം ടീം അനായാസം മുന്നേറും എന്നാണ് പ്രതീക്ഷ. ജനസംഖ്യ കുറവാണെങ്കിലും ലോക ഫുട്ബോളിൽ വലിയ ശക്തിയായി വളർന്ന രാജ്യമാണ് ക്രൊയേഷ്യ. ഫിഫ റാങ്കിംഗ് 11. 2018 ലോകകപ്പിൽ ഫൈനലിൽ എത്തുകയും 2022 ലോകകപ്പിൽ 3ാം സ്ഥാനം നേടുകയും ചെയ്ത അവർ പോരാട്ട വീര്യത്തിന്റെ തന്ത്രപരമായ മികവിന്റെയും പ്രതീകമാണ്. വെറ്ററൻ താരം ലൂക്ക മോഡ്രിച്ച് ഈ ലോകകപ്പിലും ടീമിനായി കളത്തിലിറങ്ങും. പരിചയസമ്പന്നരായ ഇവാൻ പെരിസിച്ച്, ജോസ്ക ഗാഡിയോൾ, ഡൊമിനോ ലിവക്കോവിച്ച്, പീറ്റർ മൂസ തുടങ്ങിയ കരുത്തുറ്റ പ്രതിഭകൾ ഏത് വമ്പന്മാരെയും വീഴ്ത്തുന്ന പ്രകടനം കാഴ്ചവെക്കുന്നവരാണ്. ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ പോരാട്ടം വാശിയേറിയതാകും. ആഫ്രിക്കൻ ഫുട്ബോളിന്റെ അഭിമാനമാണ് ഘാന. കരുത്തുറ്റ ശാരീരികക്ഷമതയും വേഗതയേറിയ കളിശൈലിയും ഘാനയെ അപകടകാരിയായ എതിരാളികളാക്കുന്നു. ഫിഫ റാങ്കിംഗ് 74. വലിയ ടീമുകളെ പോലും സമ്മർദ്ദത്തിലാക്കാൻ കഴിവുള്ള സംഘമാണ് അവർ. അന്റോണി സമന്യെ, ബെഞ്ചമിൻ അസാറെ, തോമസ് പാർട്ടെ, ബ്രണ്ടൻ തോമസ്, ജോർദാൻ അയ്യു തുടങ്ങിയ ആഫ്രിക്കൻ കരുത്തന്മാർ അവരുടേതായ ദിവസം ഏത് വമ്പന്മാരെയും കടപുഴക്കും. 2010 ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയ ഘാന യുവതാരങ്ങളും വേഗമേറിയ ആക്രമണ ശൈലിയും കൊണ്ട് എതിരാളികളെ അമ്പരിപ്പിക്കാൻ കഴിവുള്ള ടീമാണ്. എൽ ഗ്രൂപ്പിലെ അണ്ടർ ഡോഗാണ് പനാമ. 2018 ആദ്യമായി ലോകകപ്പ് കളിച്ച പനാമ ഇപ്പോൾ കൂടുതൽ പരിചയസമ്പന്നരായ സംഘവുമായി എത്തുകയാണ്. വലിയ ടീമുകളെ അട്ടിമറിക്കാനുള്ള ശ്രമമായിരിക്കും അവരുടെ ലക്ഷ്യം. ഫിഫ റാങ്കിങ്ങിൽ നിലവിലെ 33ാം സ്ഥാനക്കാരാണ്. ലോക ഫുട്ബോളിലെ വമ്പന്മാരോട് ഏറ്റുമുട്ടാൻ ഭയമില്ലാത്ത പോരാട്ട മനോഭാവമാണ് അവരുടെ പ്രധാന സവിശേഷത. ഫുട്ബോൾ വെറുമൊരു കളിയല്ല, രാജ്യങ്ങളുടെ സ്വപ്നങ്ങളും വികാരങ്ങളും ഏറ്റുമുട്ടുന്ന വേദിയാണ് ലോകകപ്പ്. ആ ആവേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഗ്രൂപ്പാണ് ഗ്രൂപ്പ് എൽ. ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറും? കാത്തിരുന്ന് കാണാം. കാൽപന്തിന്റെ ലഹരി പടരട്ടെ. നന്ദി, നമസ്കാരം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഫിഫ ലോകകപ്പ് വിളംബര റാലി നടത്തി.
വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞ വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരന്നു. MPTA പ്രസിഡന്റ് ജോൺസി അമൽജൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കുട്ടികളുടെ ചെണ്ടമേളം റാലിക്ക് അകമ്പടിയായി. സ്കൂൾ പ്രധാനാധ്യാപിക ജിജിമോൾ ജോണി, കായികാധ്യാപകൻ ഡെന്നി ഡേവിസ്, അധ്യാപകരായ അനൂപ് സി വർഗീസ്, അലക്സ് പോൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിളംബര റാലിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി സൗഹൃദ ഫുട്ബോൾ മത്സരവും സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്നു. ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളെ വരവേറ്റുകൊണ്ട് മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച സ്കൂൾ വേൾഡ് കപ്പ് മത്സരം ആവേശകരമായി. ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളെ വരവേറ്റുകൊണ്ട് മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച സ്കൂൾ വേൾഡ് കപ്പ് മത്സരം ആവേശകരമായി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേക മത്സരങ്ങൾ നടന്നു. പെൺകുട്ടികളുടെ മത്സരത്തിൽ അർജന്റീന ഫാൻസ് ടീം ഏകപക്ഷീയമായ 1 ഗോളിന് ബ്രസീൽ ഫാൻസ് ടീമിനെ തോൽപ്പിച്ചു. ഡിൽന ഷാജു അർജന്റീന ഫാൻസിന് വേണ്ടി ഗോൾ നേടി. തുടർന്ന് നടന്ന ആൺകുട്ടികളുടെ മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബ്രസീൽ ഫാൻസ് അർജന്റീന ഫാൻസിനെ പരാജയപ്പെടുത്തി. ബ്രസീൽ ഫാൻസിന് വേണ്ടി സഫാൻ 2 ഗോളും യദു 1 ഗോളും നേടി. വിജയികൾക്ക് പ്രധാനാധ്യാപകൻ ജെയ്മോൻ ജോസഫ് ട്രോഫികൾ സമ്മാനിച്ചു. നിർധനരായ വിദ്യാർത്ഥികൾക്ക് ബാഗും പഠനോപകരണങ്ങളും വിതരണം ചെയ്ത് നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ചടങ്ങ്. ബാങ്ക് പ്രസിഡന്റ് പ്രശാന്ത് PR വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അമ്പിളി സജീവൻ, പഞ്ചായത്ത് അംഗം KK രാജൻ, ബോർഡ് അംഗങ്ങളായ സുരേന്ദ്രൻ കൂടപ്പറമ്പിൽ, നന്ദകുമാർ P, ബിജു പയ്യപ്പള്ളി, ശ്രീഹരി കർത്ത, നിഷി ശശിധരൻ, ഹരീഷ് കുമാർ S, ഡേവിസ് PP, രഘു KS, റിൻഷിത ഷിഫാജ്, ബാങ്ക് സെക്രട്ടറി ബ്രീസി ജോൺ, സ്കൂൾ അധ്യാപികമാർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആലത്തൂർ, പന്തല്ലൂർ, നന്ദിക്കര, പറപ്പൂക്കര, പൊങ്കോത്ര എന്നീ സ്കൂളുകളിലെ കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം നടത്തിയത്. വാർഷികമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പദ്ധതി എന്ന നിലയ്ക്ക് ഈ ബാങ്കിൻ്റെ പരിധിയിലുള്ള 5ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലേക്ക് നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടിയാണ്. അതിൻ്റെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ പദ്ധതിയായ ആയുഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആനന്ദപുരം ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന വ്യക്തിത്വ വികസന ക്ലാസ് പരമ്പരയ്ക്ക് തുടക്കമായി. വൈകാരിക നിയന്ത്രണത്തെക്കുറിച്ച് ഡോക്ടർ തുഷാര ജോയ് ക്ലാസ് എടുത്തു. ആത്മ ആയുർവേദ സെന്റർ MD ഡോക്ടർ രവി മുസ്, ഡോക്ടർ ആര്യ, ഡോക്ടർ പി ശ്രുതി, ഡോക്ടർ P രാധാമണി, സംഗമേശ്വര ആയുർവേദ ഗ്രാമം ഡയറക്ടർ ഡോക്ടർ കേസരി മേനോൻ, അധ്യാപകരായ B ബിജു, CP രജിത, EP ഹരി, ബിന്ദു G കുട്ടി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പദ്ധതിയുടെ ഭാഗമായി മാർച്ച് വരെയുള്ള കാലയളവിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിവിധ മേഖലകളിൽ പഠന ക്ലാസുകൾ സംഘടിപ്പിക്കും. അരനൂറ്റാണ്ടായി ഫോട്ടോഗ്രാഫി രംഗത്തുള്ള ഇരിഞ്ഞാലക്കുട സ്വദേശി AC ജയൻ പകർത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി അണ്ടർ ദ പീപ്പിൾ ട്രീ എന്ന പേരിലുള്ള ഫോട്ടോ പ്രദർശനത്തിന് ചുങ്കാൽ ഫോട്ടോ മ്യൂസ് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ചിറ്റിലപ്പിള്ളി, മറ്റത്തൂർ പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ്, ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ഫോട്ടോ മ്യൂസ് അക്കാദമിക് ഡയറക്ടർ നന്ദകുമാർ മൂടാടി, പഞ്ചായത്ത് അംഗം KR ശശികുമാർ, സ്ഥിരസമിതി അധ്യക്ഷൻ CC ബിജു, കൃഷ്ണപ്രസാദ, ഫോട്ടോഗ്രാഫർ AC ജയൻ ഇരിങ്ങാലക്കുട എന്നിവർ പ്രസംഗിച്ചു. പ്രദർശനം ഈ മാസം 24-ന് സമാപിക്കും. എൻ്റെ പ്രത്യേകമായ സ്നേഹാഭിമാനം നല്ല ഫോട്ടോസുകളൊക്കെ എടുക്കാനും യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ ചരിത്രത്തെയാണ് അന്നത്തെ തീർച്ചയായിട്ടും സമാപനമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരവധിയായി ഫോട്ടോ പ്രദർശനം എന്നുള്ളതുകൊണ്ട് അപ്പോൾ മറ്റു കാര്യങ്ങൾ ടീച്ചറിന് ബാഗ് കൂട ഇങ്ങനെയുള്ള പഠനോപകരണം. കോട്ടക്കര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭാരതി ദക്ഷിണ ക്ഷേത്ര സെക്രട്ടറിയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഉത്തര കേരള പ്രാന്ത് സമ്പർക്ക പ്രമുഖ് എന്ന നിലയിലും പ്രവർത്തിച്ചുവരുന്ന NCT രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാലയത്തിന്റെ മാനേജർ TK സതീഷ്, പ്രിൻസിപ്പൽ റോഷൻ P നായർ എന്നിവർ സന്നിഹിതരായിരുന്നു. കേരളത്തിലും അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവില സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചയിൽ. പവന് ഒറ്റയടിക്ക് കുറഞ്ഞത് 3160 രൂപ.
സംസ്ഥാനത്ത് സ്വർണം ഗ്രാമിന് 395 രൂപയാണ് ഒറ്റയടിക്ക് ഇടിഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,645 രൂപയിലേക്ക് എത്തി. പവൻ വിലയിൽ 3,160 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വിപണി നിരക്ക് 1,09,160 രൂപയിലേക്ക് കൂപ്പുകുത്തി. സ്വർണത്തോടൊപ്പം വെള്ളി വിപണിയിലും നേരിയ ഇടിവുകൾ പ്രകടമാണ്. നിലവിൽ സാധാരണ വെള്ളി ഗ്രാമിന് 250 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. വിവാഹ സീസണിൽ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് ഈ വിലയിടിവ് നൽകുന്നത്. ആഭ്യന്തര വിപണിയിലെ ഈ വൻ തകർച്ചയ്ക്ക് പിന്നിൽ രാജ്യാന്തര വിപണിയിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് സ്വർണ്ണവില നിലംപൊത്തിയതാണ് പ്രധാന കാരണം. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ പുനരധിവസിപ്പിക്കുന്ന രാമവർമ്മപുരത്തെ പ്രത്യാശാ ഭവനിലേക്ക് താമസക്കാരെ താമസിപ്പിച്ച് പരിചരിക്കുന്നതിനായി കരാർ അടിസ്ഥാനത്തിൽ മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർമാരെ നിയമിക്കുന്നു. 8ാം ക്ലാസ് പാസ്സായതും സേവന മനോഭാവമുള്ളതുമായ 50 വയസ്സിൽ കവിയാത്ത സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ സ്വയം തയ്യാറാക്കിയ അപേക്ഷയും ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജൂൺ 12 രാവിലെ 11 സ്ഥാപനത്തിൽ നേരിട്ടെത്തി അഭിമുഖത്തിൽ പങ്കെടുക്കണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ലാൻഡ് ലൈൻ 0487232586, മൊബൈൽ 9447923886. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,645 രൂപ, പവന് 1,09,160 രൂപ. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനു സമീപം നങ്ങേലിൽ കൃഷ്ണൻകുട്ടി നായരുടെ ഭാര്യ മഠത്തിൽ കോമളം അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നന്ദകുമാർ, രാജി, ദീപ എന്നിവർ മക്കളും ആശ, ഗോപാലകൃഷ്ണൻ, MR രവി എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര രാപ്പാൾ നൊച്ചിയിൽ സുധാകരൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലതികയാണ് ഭാര്യ. നയന, നീതു, ഗീതു, അക്ഷയ് എന്നിവർ മക്കളും. പ്രഭീഷ്, രമേശ്, ബിജു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൂൺ 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. പദ്ധതിയുടെ പേര് പ്രിയദർശിനി. ട്രാൻസ്ജെൻഡേഴ്സിനും യാത്ര ചെയ്യാം. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ട മിനി പിക്കപ്പ് വാൻ വീട്ടുമതിലിടിച്ച് അപകടം. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡരികിൽ ഇരുവശങ്ങളിലും കാഴ്ചമറച്ച് കാട്. ആമ്പലൂരിൽ അപകട ഭീഷണി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. റെക്കോർഡ് ഇടിവിൽ സ്വർണ്ണവില. പവന് ഒറ്റയടിക്ക് കുറഞ്ഞത് 3,160 രൂപ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.